ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ 6:30 മണിയായേ. അപ്പോൾ ഇന്ന് വളരെ തിരക്ക് പിടിച്ചൊരു സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. രാവിലെ എണീറ്റ് കുറച്ച് ചൂടുവെള്ളം കുടിക്കും. അപ്പോൾ നമ്മൾ കരിജീരകമൊക്കെ ഇട്ടതോ അല്ലെങ്കിൽ ജീരകം ഇട്ടതോ എങ്ങനെ എന്തെങ്കിലും കുറച്ച് ചൂടുവെള്ളം കുടിക്കും. നമ്മുടെ ചായ ഉണ്ടാക്കി വയ്ക്കുകയാണ്. ചായ ഉണ്ടാക്കി ഞാൻ തെർമൽ കപ്പിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് നടക്കാൻ പോവുകയാണ് കേട്ടോ. രാവിലെ ഒരു സൺറൈസ് വാക്കിന് പോവുകയാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു 5-6 ശനിയാഴ്ചയായിട്ടുള്ള ഒരു പരിപാടിയാണ്. രാവിലെ ഞങ്ങളൊരു 3-4 പേര് കൂടി ഞങ്ങൾ നടക്കാൻ പോകും. ഇന്ന് സൺറൈസ് വാക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പോകുന്നത് ഇവിടെ നിന്നൊരു 20 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. ഒരു ബീച്ചിൻ്റെ സൈഡിൽ ഒരു ഫാം ഉണ്ട്, ഒരു കുന്ന് ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടെയാണ് നടക്കുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നടക്കാൻ പോകും. അപ്പം നമ്മൾ 7:05 അവിടുത്തെ സൺറൈസ് എന്ന് പറഞ്ഞെങ്കിൽ. അപ്പം നമ്മൾ പക്ഷേ സ്വല്പം ലേറ്റായി. അതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഇത് കണ്ടോ, സണ്ണ് പൊങ്ങി വരുന്നത് കണ്ടോ. അപ്പം ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ സൂര്യൻ പതുക്കെ പൊങ്ങി വരുന്നുണ്ടായിരുന്നു. എന്നാൽ ബീച്ച് സൈഡാണ് കേട്ടോ. അത് ബീച്ചിൽ നിന്ന് സൂര്യൻ ഉദിച്ച് വരുന്നതാണ് കാണുന്നത്. നമ്മളവിടെ നിന്ന് സൂര്യൻ ഇച്ചിരി നേരമൊക്കെ നമ്മൾ നോക്കി നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ നടക്കാൻ തുടങ്ങി. നമ്മൾ നടക്കാൻ പോയത് ഡൂഡർ പാർക്കിലേക്കാണ്. ക്ലീവ്ലൻഡിലെ ഡൂഡർ പാർക്കിലേക്കാണ്. അതായത് ഓക്ലൻഡിലെ ഈസ്റ്റ് ഓക്ലൻഡിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലീവ്ലൻഡിലുള്ള ഡൂഡർ പാർക്കിൻ്റെ അടുത്തുള്ള ഉമുപ്പിയ ബീച്ച് എന്ന് പറയുന്ന ബീച്ചിലെ സൺറൈസാണ് ഈ കാണുന്നത് കേട്ടോ. വളരെ മനോഹരമാണ്. എന്ത് രസമായിട്ടാണ് നോക്കിയത്. നമ്മൾ കന്യാകുമാരിയിൽ പോയി സൺറൈസ് കാണാറില്ലേ, അതുപോലെ ഇവിടെ നിന്നെങ്കിൽ ഇതുപോലെ നല്ല മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടുത്തെ സൺറൈസും കാര്യങ്ങളുമൊക്കെ. അപ്പം ഇത് നിങ്ങളുമായിട്ട് ഞാൻ ഇത് ഷെയർ ചെയ്യാവുന്നത്. ഞങ്ങൾ അവിടെ എത്താൻ ഇച്ചിരി ലേറ്റായി. അപ്പം ഞങ്ങൾ 5 മിനിറ്റ് ലേറ്റായി. എന്നാൽ നമ്മുടെ മുമ്പിലെത്തിയ ശംഭു എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ. ശംഭുവിന് മൊത്തം സൺറൈസ് കാണാൻ പറ്റി. ശംഭു കറക്റ്റ് സമയത്തെത്തി. ഞങ്ങൾ 5 മിനിറ്റ് ലേറ്റ് ആയപ്പോഴത്തേക്കും സൂര്യൻ പൊങ്ങി പെട്ടെന്ന് കയറി പോരും. നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് സൂര്യൻ മുകളിലെത്തും കേട്ടോ. പുള്ളിക്കാരൻ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പം ഞങ്ങളതുകൊണ്ട് മിസ്സായി. ഇനി പുള്ളിനെ അടുത്ത ദിവസം കൂടി കാണാം. 10 വെളുപ്പിന് മുറ്റത്ത് നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക്. ബ്യൂട്ടിഫുൾ കൺട്രി. ഇതുണ്ടോ ഫുള്ള് ഇവിടെയൊക്കെ വെളുത്തു. രാവിലത്തെ ഈ മഞ്ഞ് കാണാൻ അല്ലേ? അവർ പറയും നിങ്ങളാണ് സൺറൈസ് കാണണം, അത് കാണണം, ഇത് കാണണം. ഈ ഫാം ലൂപ്പാണ് കേട്ടോ നമ്മൾ നടത്തിയിരിക്കുന്നത്. ഇത് 2-3 ലൂപ്പുണ്ട് ഇവിടെ. ഇത് നമ്മുടെ ഈ ഫാം ലൂപ്പാണ് നടത്തിയിരിക്കുന്നത്. നമ്മുടെ ഫാം ലൂപ്പിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഒരു സൈഡ് ബീച്ച്, ഒരു സൈഡ് ഫാം സൈഡ്, ഒരു സൈഡ് മനോഹരമായിട്ടുള്ള വീടുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണാം കേട്ടോ. അവിടെ നിന്ന് എടുത്ത ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. സോറി, ഇറങ്ങിയതാണ് പില്ലിപ്പ അല്ലേ നമ്മുടെ ദേഹത്തിന്. ഈ കൈയുടെ വിരല് മാത്രമേ ഒരു തണുക്കുന്നുള്ളൂ. ആണല്ലേ? സത്യം. എന്തുമാത്രം പൈസയല്ലേ അല്ല ഇത്രയും ഒരു ചെറിയ സാധനം പോയിട്ടിക്കാന്ന് പറയുന്നത് ഇവിടെ നാച്ചുറലി ഉണ്ടാവും. അതിന് ഇത്രയും വലിയ സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല അത് ഇത് എന്നെ നടക്കുന്ന വഴി കാണുന്ന കാഴ്ചകൾ അത് അല്ലേ. സുന്ദരമായ ചെമ്മരിയാടുകൾ, സുന്ദരനും സുന്ദരികളും. എനിക്ക് നല്ല അതെ മെഴുത്തിരിക്കുന്നത്.
പിന്നെ ബ്യൂട്ടിഫുൾ അല്ലേ? ക്രിയേഷൻ. ഇവന് കറുത്ത തലേ അവന് വെള്ളത്തലേ. അതന്നെ എനിക്ക് തോന്നുന്നത് ഇത് വളർത്തുന്നതാണ് തോന്നുന്നു. അല്ലെ ഇത്രയല്ല മറ്റേത് വേത്തയാന്ന് തോന്നുന്നു. അത് അല്ലേ കഴുത്ത് നീണ്ടതല്ലേ? സൈസും കൂടുതല. സൈസും കൂടുതലാണ്. ഒരു 3 കിലോ 4 കിലോ കാണും. വളർത്തുന്നതായിരിക്കും. നമ്മൾ ഇതിനെ വളർത്തുന്ന പോലെ എന്നാ ഡക്ക് നമുക്ക് വിൽക്കാൻ കിട്ടത്തില്ലേ? നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുമ്പം അവർ അവിടെ ട്രെയിനിങ് നടത്തുന്നുണ്ടോ കുറച്ച് പിള്ളേർ. നല്ല അടിപൊളിയായിട്ട് ആ കുന്ന് മൊത്തം ഓടി കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ജിമ്മും വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ നടന്നാൽ മതി. കയറിയാൽ മതി. കയറുക ഇറങ്ങുക, കയറുക ഇറങ്ങുക. എന്നെ നടക്കുന്ന വഴി കാണുന്ന കാഴ്ചകൾ അത് അല്ലേ? സുന്ദരമായ ചെമ്മരിയാടുകൾ, സുന്ദരനും സുന്ദരികളും. എനിക്ക് നല്ല അതെ മെഴുത്തിരിക്കുന്നു. നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്ന ഒച്ച എനിക്ക് ഇവിടെ കേൾക്കാം കേട്ടോ. എൻ്റെ പാൻറ്റിക്ക് ഒച്ച അവരുടെ ആണെന്ന് ഓർത്തുള്ളൂ. വളരെ ചെറിയ ഒരു കുന്ന് വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നു. അതെ, വ്ളോഗ് എടുക്കാം നമുക്ക്. അതെ, ശംഭു നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് പറഞ്ഞേ? ഡൂഡർ പാർക്ക്. ഡൂഡർ റീജിയണൽ പാർക്ക്. അതെ, കം എൻജോയ്. അതെ. എത്ര കിലോമീറ്റർ ജെന്നി? എത്ര കിലോമീറ്റർ? 6.5 approximately. അതെ. ഇപ്പൊ സമയം എത്രയെന്ന് പറഞ്ഞു? സമയം 8:24. നല്ല സമയമല്ല അത്. ഇത് കഴിഞ്ഞ് നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിസർവ് ചെയ്യുന്നുണ്ട്. അതെ, നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ അല്ലേ? അതെ. 400 കാലറി എടുത്തെങ്കിൽ നമ്മൾ 500 കാലറി കഴിക്കണം. അപ്പൊ ഇത് ഏത് ബീച്ചാ ശംഭു? ഇത് ഏത് ബീച്ച്? ബീച്ച്. ആ കാണുന്ന മറാട്ടായ. അല്ല, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാ പറയുന്നത്. ഇത് ഏറി പോകുന്ന സാധനല്ലേ? മൂവാൻപി. എൻ്റെ ഞാൻ വരുവാ ജിനി. നമ്മള് ന്യൂ പ്ലിമത്ത് പോയപ്പം കടല് നമ്മള് ന്യൂ പ്ലിമത്ത് പോയപ്പോഴത്തേക്കിന് മുകളിൽ കയറി ഇതുപോലെ തന്നെയായിരുന്നു. അത് കാരണം ഇതുണ്ട് ജെന്നി, എനിക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടെ ഇത് ചെയ്യുന്നത് അടറിനകത്ത് മിൽക്ക് തിന്നെങ്കിൽ അതുങ്ങൾക്ക് അസുഖം പിടിക്കല്ലേ? അല്ല, കാഫിനെ സെപ്പറേറ്റ് ചെയ്യും. കാഫിനെ സെപ്പറേറ്റ് ചെയ്യുമല്ലോ. മിൽക്ക് പൗഡർ ഉണ്ടാക്കുമായിരിക്കും കേട്ടോ. നല്ല അനുസരണയുള്ള പോത്തോ എരുമയോ എന്താണല്ലോ അല്ലേ? അതെ അതെ. പക്ഷെ അതെ, ഇതാണ് വേദം. നമ്മള് പോത്തിനോട് വേദം ഓതിട്ട് കാര്യമായിരുന്നു. ഇത്ര നോക്കിയ വേദം ഓതാതെയാണ് ഇത്ര നല്ല നല്ല ലൈനായിട്ട് പോകുന്നല്ലേ? അറിയാം ഏത് ഫാമിലോട്ടാ ഇന്ന് പോകണ്ടെന്ന് തലേദിവസം പറഞ്ഞിട്ടുണ്ട്. നാളെ ഇവിടെ പുതിയ ഈ മിൽക്കിംഗ് ടെക്നോളജി അനുസരിച്ച് അതെ അതെ. അതെ ഈസ്റ്ററിന് വെട്ടാൻ വേണ്ടി. ഇനി ന്യൂസിലൻഡിൽ പോസ്റ്റ് അല്ലല്ലോ, പോത്ത്. ഈ ന്യൂസിലൻഡിൽ പോത്തില്ലെന്നാരും പറയരുത് കേട്ടോ. ഇതേ പോത്ത്. അത് എരുമയാണോ? എരുമയോ പോത്തോ എന്നാണെങ്കിലും 6 പേർക്ക്. അതെ തന്നെ. എനിക്ക് തോന്നുന്നത് അപ്പൊ എരുമയുടെ പാലുണ്ടോ? അല്ല, എരുമ ഇതിനായിരിക്കും അല്ലേ? പാലൊന്നും കണ്ടിട്ടില്ലല്ലോ നമ്മള്. എനിക്ക് തോന്നുന്നത് ഇത് പക്ഷെ കുഞ്ഞൊന്നും കാണുന്നില്ല. അല്ല, അത് എല്ലാം ഇത് തിരിച്ചല്ലേ ഇടുന്നത്. പക്ഷെ ഇത് ഞാനിത് ആദ്യമായിട്ടോ കേട്ടോ പോത്തിനെ ഇങ്ങനെ കാണുന്നു. അല്ല, എരുമേനെ കാണുന്നത്. വേറെ ഏത് ആൾക്കാരാണ് കഴിക്കുന്നത്? മലയാളികളല്ലാതെ പോത്തിനെ കഴിക്കുന്നത്. അവർക്ക് ഒളിമ്പിക്സിന് പോകുന്നവരാ അവര്. അതെ, ചിലപ്പോൾ ആയിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ ഇത്രയും ചെറിയ സ്ഥലത്തു നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ പോകുന്നത്, ന്യൂസിലൻഡിൽ നിന്നൊക്കെ പോകുന്നത്.
നിങ്ങൾ അങ്ങോട്ട് പോകണോ? നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങൂലേ? എവിടെ ഏതുവഴി ഇറങ്ങി പോകുന്നത്? നമ്മൾ ആ ഫാം ലൂപ്പ് നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ ബീച്ച് സൈഡിൽ കൂടെ കുറച്ചും കൂടെ നടന്നു. ബീച്ച് സൈഡിൽ കൂടെ ബീച്ചിലെ മണലിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റും. നല്ല സാൻഡി ബീച്ചാണ് കേട്ടോ. കുറച്ച് ഷെല്ലൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു താരതമ്യേന കുഴപ്പമില്ലാത്ത ഒരു ബീച്ചാണ്. പക്ഷേ ആരും കുളിക്കാനൊന്നും അങ്ങനെ ഇറങ്ങുന്ന ബീച്ചല്ല കേട്ടോ. ആദ്യം സ്വിമ്മ് ചെയ്യാനൊന്നും അങ്ങനെ ഇറങ്ങുന്ന ബീച്ചല്ല. നമ്മൾ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. ഇവിടെ കണ്ട സ്റ്റോപ്പെന്ന് എഴുതി വെച്ചിരിക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ആ പക്ഷിയുടെ ബ്രീഡിംഗ് ഗ്രൗണ്ടാണത്. ഇപ്പം നമ്മൾ നടന്ന അത് 2 മണിക്കൂർ നടന്നു. 7.16 കിലോമീറ്റർ നടന്നു. അതായത് 715 കിലോ കാലറി ബേൺ ഔട്ട് ചെയ്യുകയും ചെയ്തു. അടുത്ത് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കാമെന്ന് ഓർത്തേ. അപ്പോൾ നമുക്കൊരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജെന്നിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു വെല്ലിംഗ്ടണിൽ നിന്ന്. അപ്പോൾ അവനുമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ബ്രെഡും മുട്ടയാണ് ഉണ്ടാക്കിയത് കേട്ടോ. പെട്ടെന്നുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ കുടിച്ച് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ദിനചര്യകളിലേക്ക് ഏർപ്പെടുകയാണ്. അപ്പം നമ്മൾ ശനിയാഴ്ച എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇച്ചിരി ചില സമയത്തൊക്കെ ഞാൻ ദോശയോ ചമ്മന്തിയോ അല്ലെങ്കിൽ അപ്പം കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് പക്ഷേ ബ്രെഡും മുട്ടയാക്കി കേട്ടോ. സാധാരണ നമുക്ക് ശനിയാഴ്ച വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും നടത്തിയില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടവും എളുപ്പവും ഒക്കെ ബ്രെഡും മുട്ടയും അങ്ങനെയൊക്കെ ഉള്ളതാണ്. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിയെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്, അവർ കഴിക്കും. പിന്നെ നമ്മൾ അടുപ്പത്തിനൊക്കെ ആകുമ്പോൾ അരച്ച് വെക്കണ്ടല്ലോ, നമുക്ക് നേരത്തെ പ്ലാനിങ് വേണം അല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്നാ ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ശരണം, ബ്രെഡും മുട്ടയും. അല്ലെങ്കിൽ പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ സീരിയൽ കഴിക്കുക. സീരിയൽ അവർ Monday to Friday കഴിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് സീരിയൽസ് കഴിക്കാൻ അവർ കഴിച്ചോളും. പക്ഷേ നമ്മുടെ സീരിയൽസ് അങ്ങനെ ശനിയാഴ്ചകളിൽ അവർ കഴിക്കാറില്ല. എന്തെങ്കിലും ഇതുപോലെ ഉണ്ടാക്കും. കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബേക്കൺ ആൻഡ് എഗ്ഗോ അല്ലെങ്കിൽ സോസേജോ ഹാം ആൻഡ് ചീസോ അങ്ങനെ എന്തെങ്കിലും ഒരു കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ നോക്കും. മറ്റേത് കോൾഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. അപ്പം നമ്മൾ സീരിയൽസ് ആയിരിക്കും മിക്കവാറും Monday to Friday കഴിക്കുന്നത്. സ്കൂളിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇട്ട് കഴിച്ചിട്ട് പോകാം. അപ്പോൾ ഇന്ന് ബ്രെഡും മുട്ടയും. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടും എല്ലാവരും വീട്ടിലുള്ളത് കൊണ്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് കുറച്ച് സമയമൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പരിപാടി. അത് കുറച്ച് സ്ലോ ആയി പോയാൽ മതിയല്ലോ. ഞായറാഴ്ച കുറച്ചും കൂടെ ഫാസ്റ്റാക്കും. എന്താണെന്ന് വെച്ചെങ്കിൽ പിന്നെ തിങ്കളാഴ്ച സ്കൂളിൽ പോകണമല്ലോ, അല്ലെങ്കിൽ ജോലിക്ക് പോകണമല്ലോ. അപ്പോൾ ശനിയാഴ്ച ഇച്ചിരി സ്ലോ പിച്ചിൽ പോകുന്ന ദിവസമാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുമുണ്ട് ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും ശനിയാഴ്ച. അതാണ് ഒരു തിരക്കൊടിച്ച ഒരു ദിവസമാണ് ശനിയാഴ്ച എന്ന് പറഞ്ഞെങ്കിൽ. പിന്നെ ഇവിടെ എടുക്കുന്നത് എന്നാന്ന് ചോദിച്ചെങ്കിൽ ഇതെന്താ എടുക്കുന്നതെന്ന് ചോദിച്ചെങ്കിൽ ഞാൻ ഈ സൂട്ട് കേസൊക്കെ പുറത്തേക്ക് എടുക്കുന്ന അടുത്ത ആഴ്ച നമ്മൾ നാട്ടിൽ പോവുകയാണ്, കേരളത്തിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് പോലെ ഒരു കബോർഡുകളുണ്ട്. സ്റ്റോറേജ് ഇതാണ് കാണുന്നത്. ആ ഡോറ് തുറന്നെങ്കിൽ സ്റ്റോറേജാണ് കേട്ടോ ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ. അപ്പോൾ നമ്മൾ അവിടെയാണ് നമ്മുടെ സൂട്ട് കേസുകളും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പരിചരിച്ച് വേണ്ട കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. കുറച്ച് ഉണങ്ങിയ ഇലകളൊക്കെ പറിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് സൂട്ട് കേസൊക്കെ എടുത്ത് തിങ്കളാഴ്ച പോകണമല്ലോ. തിങ്കളാഴ്ചയാണ് നാട്ടിൽ പോകുന്നത്.
അപ്പോൾ അതുകൊണ്ട് പാക്കിങ്ങിന് വേണ്ടി ആണ് ഈ സൂട്ട് കേസൊക്കെ എടുത്തോണ്ട് പോകുന്നത്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് ഇതുണ്ടല്ലോ മീൽ പ്രപ്പ് പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഓണിയൻസൊക്കെ പൊളിച്ച് എല്ലാം ആനയും കിട്ടിക്കഴിഞ്ഞെങ്കിൽ ഇതിപ്പോൾ 10 കിലോയുടെ ചാക്കാണേ. 10 കിലോ ആകുമ്പോൾ ഒരുമിച്ച് പൊളിക്കത്തില്ല. 3-4 കിലോ ഒക്കെ ആണെങ്കിൽ ഓണിയൻസ് ഒരുമിച്ച് പൊളിച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. അപ്പോൾ ഇത് മിച്ചമുള്ളത് ഒരു 3 കിലോ 4 കിലോ അണിയൻ കാണും. അതങ്ങ് പൊളിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് പൊളിച്ച് കുറച്ച് അരിഞ്ഞ് നമ്മൾ ഗ്രേവിയാക്കിയും കൂടെ വെക്കും ഞാൻ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏത് കറി വെക്കണമെങ്കിലും ആ ഗ്രേവി അങ്ങ് എടുത്ത് ഉപയോഗിച്ചാൽ മതി. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കാണിക്കുന്ന പരിപാടി അങ്ങനെയാണല്ലോ. നമ്മൾ റോസ്റ്റ് ഗ്രേവി എന്ന് പറഞ്ഞാൽ നമ്മൾ റോസ്റ്റായിട്ട് ചെയ്യുന്ന എല്ലാ കറികൾക്കും ഉപയോഗിക്കാൻ പറ്റും. അതായത് മീറ്റ്, ചിക്കന്, ഫിഷിന് അങ്ങനെ ഉപയോഗിക്കത്തില്ല. ഇനി വേണമെങ്കിൽ ഫിഷ് നമ്മൾ ഉപയോഗിക്കാറില്ല, ഈ ഗ്രേവി ഉപയോഗിക്കാറില്ല. നമ്മൾ മീറ്റ്, ബീഫ്, ചിക്കന്, ലാമ്പ്, അതുപോലെ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ, മുട്ടക്കറി ഉണ്ടാക്കണമെങ്കിൽ ഒക്കെ നമുക്ക് ഈ ഗ്രേവി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളി മുഴുവൻ പൊളിച്ചെടുത്തു. അപ്പോൾ ജൂലിയൻ വന്ന് ശരിയാക്കി തന്നു കേട്ടോ. പക്ഷേ അവൻ്റെ വീഡിയോ എടുക്കാൻ അവൻ പറഞ്ഞു, ഞാൻ ഇതുണ്ടല്ലോ ഈ ഉള്ളി പൊളിക്കുമ്പോഴത്തേക്കും കണ്ണിൽ കൂടെയൊക്കെ കണ്ണുനീരൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ 2-3 പൊളിച്ച് കഴിഞ്ഞപ്പം പിന്നെ ബാക്കി മൊത്തം അവൻ പൊളിച്ച് തന്നു കേട്ടോ. ഞാൻ പിന്നെ അത് അരിഞ്ഞ് റെഡിയാക്കിയെടുത്തു. എന്നാ ഉണ്ടോ? ഞാൻ അടുത്തത് അതിനകം വാക്യൂമിൻ്റെ വാക്യൂം തന്നെ കിട്ടുന്ന കടയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അലനൊക്കെ ഇത് മേടിച്ചു. ഹോ 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 എന്നാ പറഞ്ഞേ? അപ്പോൾ ഉള്ളിയെല്ലാം പൊളിച്ച് കഴിഞ്ഞപ്പോഴത്തേ ഉള്ളിത്തൊലിയെല്ലാം കൂടെ കൊണ്ടുപോയി കളയണമല്ലോ. അതെല്ലാം കൊണ്ടുപോയി കളഞ്ഞു. അത് ഞാൻ കമ്പോസ്റ്റ് മില്ലോ അല്ലെങ്കിൽ വേംഫാമിലോ ഇടുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ കൊണ്ടുപോയിട്ടത് നമ്മുടെ കാപ്പി നട്ടിരിക്കുന്ന ആ ബോക്സിലാണ് കൊണ്ടുപോയിട്ടത്. എന്ന് വെച്ചെങ്കിൽ ആ പോട്ടിലിട്ടത് അതിൻ്റെ മണ്ണ് കുറച്ച് താടുമല്ലോ നമ്മുടെ കരിയിലേക്ക് ഇട്ടുന്നതുകൊണ്ടേ. അപ്പോൾ അത് താന്ന് കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തെങ്കിൽ കുറച്ചും കൂടെ പൊങ്ങി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൊണ്ടുപോയിട്ടത്. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ കാണുന്നതാണ് നമ്മുടെ ഫീജിയോവ. ഇത് അടുത്ത് നിൽക്കുന്ന ചെടിയാണ് ഈ ഫീജിയോവ ട്രീ എന്ന് പറയുന്നതാണ് കേട്ടോ. നമ്മുടെ പേരയ്ക്കാടെയൊക്കെ ഒരു രുചിയാണ് ഈ ഫീജിയോവയ്ക്ക്. അപ്പോൾ ഞാൻ അതിട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് കണ്ടിട്ടില്ലായിരുന്നു. അത് കാണിക്കുന്ന കാണാമായിരുന്നു, പക്ഷേ അത് പഴുത്തൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം നോക്കുമ്പോൾ ഇത് കുറേ എണ്ണം നിലത്ത് കിടക്കുന്നു. അതൊരു 5-8 കിട്ടി കേട്ടോ. അപ്പോൾ അതൊക്കെ പറക്കിയെടുത്തുകൊണ്ട് പോകുന്നു. അതൊക്കെ പറിച്ചെടുത്തുകൊണ്ട് പോകുന്നു. അത് നമ്മളിങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ അകത്തെ ഫ്ലഷാണ് കേട്ടോ കഴിക്കുന്നത്. ഇതാണ് ഫീജിയോവൽ. അപ്പോൾ ഞാനത് കാണിക്കുക എങ്ങനെയാണ് ഞാൻ കഴിക്കുന്നതെന്ന്. കണ്ടോ, ഇങ്ങനെയാണ് കഴിക്കുന്നത്. അതിൻ്റെ മുറിച്ചിട്ട് അതിൻ്റെ അകത്തെ സാധനം. ചിലർ ഇതുപോലെ കടിച്ചിട്ട് നല്ല തൊലിക്ക് ഭയങ്കര ഒരു കമർപ്പുമൊക്കെ കേട്ടോ. തൊലി കഴിക്കാറില്ല. ഇതുപോലെ കോരിയെടുത്ത് കഴിക്കുവാണെങ്കിൽ അതിനൊരു ഫ്ലഷിനൊരു രുചിയുണ്ട്. ഇച്ചിരി കൂടെ സോഫ്റ്റാണ്. എന്നാലൊരു പേരയ്ക്കാടെയൊക്കെ ഒരു ചെറിയ ഒരു രുചിയുണ്ട് താനും. അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ ഈ ഫീജിയോവ. അത് കഴിഞ്ഞ് ഇപ്പം കുറേ എണ്ണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാ ചെയ്തതെന്ന് ചോദിച്ചെങ്കിൽ ഞാനിതിൻ്റെ തൊണ്ട് വെച്ചിട്ട് ആ തൊണ്ട് എടുത്തിട്ടുണ്ടല്ലോ, വേറൊരു പരിപാടിയുണ്ട്. ഞാൻ അതിൻ്റെ തൊണ്ടെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് ഞാൻ ആ തൊണ്ട് കൊണ്ട് ഇന്ന് അവസാനം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പിക്കിളുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാം. അതാണ് അടുത്തതായിട്ട് ചെയ്ത കാര്യം. അതുകൊണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. ഇതാണ് ഫീജിയോവയുടെ ഉൾഭാഗം. ഇങ്ങനെ കോരി തിന്നുവാണ് ചെയ്യുന്നത്. പിന്നെ ശനിയാഴ്ചത്തെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ക്ലീനിങ് ഉണ്ട്. ഇന്ന് ഞാൻ അധികം ക്ലീനിങ്ങിന് വേണ്ടി പുറകെ പോയില്ല. അല്ലെങ്കിൽ കുറച്ച് തുണികളൊക്കെ അലക്കാനൊക്കെ ഇട്ടു. പക്ഷേ ക്ലീനിങ് എന്ന് വെച്ചെങ്കിൽ വാക്യൂം ക്ലീനിങ് അങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഞാൻ പോയില്ല.
അപ്പം മനീഷാണ് ഇന്ന് മൊത്തം വാക്യൂം ക്ലീൻ ചെയ്തത്. അപ്പം ഞാൻ കുറച്ച് പെയിൻറ്റിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പെയിൻറ്റും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് വാക്യൂം ചെയ്തു. മനീഷ് ഇന്ന് മുഴുവൻ വാക്യൂം ചെയ്തു. എന്തെങ്കിലും നമ്മൾ ഷെയർ ചെയ്ത് ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പം മനീഷ് അവിടെ വാക്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ഗ്രേവി ഉണ്ടാക്കി വെക്കുമെന്ന് പറഞ്ഞു. ഇതാണ് ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് എണ്ണ ഒരു വലിയ പോട്ട് എടുക്കുക. അതായത് നമ്മുടെ ഒരു വലിയ കടായി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ എടുത്തു. ഒരുപാട് എണ്ണ വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് വേണ്ടിടത്തോളം ഉള്ളിയാണ് ആദ്യം ഇടുന്നത് കേട്ടോ. ഉള്ളി മാത്രം ഇടുന്നു. ഉള്ളിയുടെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ചെറിയതായിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നതിന് മുമ്പിൽ നമ്മുടെ ഈ ഉള്ളിനെ ഒന്ന് മൈക്രോവേവ് ഓവൻ്റെ അകത്ത് 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. അപ്പം കുറച്ച് അങ്ങ് വാടി കിട്ടും കേട്ടോ. അപ്പം കുറച്ചും കൂടെ എളുപ്പമുണ്ട്. നമുക്ക് ഒരുപാട് സമയം ഇതിൻ്റെ അകത്തിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി, ഏത് കറി ഉണ്ടാക്കാനാണെങ്കിലും ഇതുപോലെ ഇച്ചിരി ഗ്രേവി വേണ്ട കറി ഉണ്ടാക്കാനാണ് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാവുന്നതാണേ. കുറച്ചും കൂടി എളുപ്പമുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് ഈ പറയുന്നത്. എന്നിട്ട് നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മളതിലേക്ക് പൊടി ഇട്ട് കൊടുക്കും. പൊടി നമ്മുടെ സാധാരണ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി, അതുപോലെ നമ്മുടെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ആ പൊടിയുടെയൊക്കെ ആ പച്ചപ്പൊക്കെ ഒന്ന് പോയി കഴിയുമ്പം നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇതൊന്ന് കുറച്ച് നേരം ഇത് ചെയ്യണം കേട്ടോ. കുറച്ച് നേരം നമ്മളൊന്ന് ഇളക്കി ശരിയാക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ പൊടിയുടെ മണമൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ടൊമാറ്റോ പ്യൂരി അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ റോ ടൊമാറ്റോ ആണെങ്കിലും മതി. അങ്ങനെ അതിട്ട് കൊടുത്തിട്ട് ഞാനിവിടെ ക്യാൻ ടൊമാറ്റോയാണ് ഇടുന്നത് കേട്ടോ. ക്യാൻ ടൊമാറ്റോ പ്യൂരിയല്ല, ക്രഷ്ഡ് ടൊമാറ്റോ എന്ന് പറഞ്ഞിരുന്നതാണ്. ഇടയ്ക്ക് ഞാനിതുപോലെ ക്യാൻ മേടിച്ച് വെച്ചിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഗ്രേവിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്തൊരു 1/2 ടിന്നാണ് ഞാൻ ഇപ്രാവശ്യം ഒഴിച്ച് കൊടുത്തത്. നമുക്ക് എത്ര ഗ്രേവിയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു 1/2 ടിന്ന് ഉള്ള ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇത് പല കമ്പനികളുടെ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും കേട്ടോ. ഇതുപോലെ ടൊമാറ്റോ പ്യൂരിയായിട്ട്, അല്ലെങ്കിൽ ക്രഷ്ഡ് ടൊമാറ്റോന്നോ അല്ലെങ്കിൽ ഫ്രഷ് ടൊമാറ്റോ, ഹോൾ ടൊമാറ്റോയോ അങ്ങനെ പല ആയിട്ടുള്ള ക്യാനിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ ഞാൻ അതുപയോഗിച്ച് ഞാൻ ഗ്രേവി ഉണ്ടാക്കണം കേട്ടോ. ഇതിൻ്റെ ഇതിൻ്റെ വെള്ളം വറ്റുന്നോടം വരെ ഇതുപോലെ വഴറ്റി വെള്ളം വറ്റുന്ന പോലെ ആക്കിയെടുക്കും. എന്നിട്ട് ആണ് നമ്മൾ ഇതിനെ തണുത്ത് കഴിയുമ്പോൾ എടുത്ത് നമ്മൾ പാത്രത്തിലാക്കി നമ്മൾ ശരിയാക്കി വയ്ക്കും. നമ്മൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ നമ്മൾ ഒരാഴ്ച വരെ ഇതിനകത്ത് ഫ്രിഡ്ജിലിരുന്നാൽ കുഴപ്പമില്ല. ഒരാഴ്ചയിൽ ഒരു 10 ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിലിരുന്നാൽ കുഴപ്പമൊന്നുമില്ല. വെള്ളം വറ്റി ഇരിക്കണമെന്നുള്ളൂ. വെള്ളത്തോടു കൂടി ഇരുന്ന് കേടായിപ്പോവും. അതുകൊണ്ട് വെള്ളം വറ്റി കഴിയുമ്പം നമ്മൾ ഇതിനെടുത്ത് ഫ്രിഡ്ജിലേക്കോ ഫ്രീസറിലേക്കോ, ഞാനിപ്പോൾ ഒരു ബോക്സ് ഫ്രിഡ്ജിലേക്കും വെക്കും, ഒരു ബോക്സ് ഫ്രീസറിലേക്കും വെക്കും. അപ്പം നമുക്ക് അടുത്ത ആഴ്ച ആവശ്യം വരുമ്പോൾ നമ്മൾ തിരിച്ച് ഫ്രീസറിൽ നിന്നെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ബോക്സിലായിട്ട് നമ്മൾ കൂടുതൽ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് 3 ബോക്സിലോ അങ്ങനെ ആക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് 2 ബോക്സാണ്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് ചിക്കൻ വറുത്ത് വെക്കാമെന്ന് ഓർത്ത്. ഇതിപ്പം ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെക്കുകയാണേ. അതിന് ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, മഞ്ഞൾ പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ഗരം മസാല ഇട്ടു. ഇത്രയും കാര്യങ്ങളിട്ടൊന്നും മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെറുതായിട്ട് ഒരുപാട് നേരം വെച്ചില്ല കേട്ടോ. ഒരു 1/2 മണിക്കൂറൊക്കെ വെച്ചതുള്ളേ. നമ്മുടെ ഗ്രേവി ഉണ്ടാക്കുന്ന കഴിയുന്നോടം വരെ, ഇത് ഗ്രേവിക്ക് മുമ്പിൽ തുടങ്ങിയ പരിപാടിയാണ്. അപ്പം ഗ്രേവി ഉണ്ടാക്കി ആകുന്നോടം വരെ ഇതിവിടെ വെച്ചു. അത് കഴിഞ്ഞ് ഗ്രേവി കുറച്ചായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെയാണല്ലോ, നമ്മൾ ശനിയാഴ്ച പ്രത്യേകിച്ച് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഒരു മെഴുക്ക് വരട്ടിന്നോ അല്ലെങ്കിൽ സ്റ്റിഫ് ഫ്രൈന്നോ ഒക്കെ പറയാമെന്നോ ഒരു കോളിഫ്ലവറും ബ്രോക്കോളിയും കൂടെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ആ ചുമന്ന കടായി അവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ കടായിക്കകത്ത് നമ്മുടെ ഈ
ഈ കടായിക്കകത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ വറുത്ത് വയ്ക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ നാളെ ഇതിനെ ബട്ടർ ചിക്കൻ ആക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വറുത്ത് വെക്കുന്നതേ ഉള്ളൂ. ഇത് വലിയ കേമമായിട്ടുള്ള ബട്ടർ ചിക്കനല്ല, നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ. അപ്പം നമുക്ക് ഒരു അധികം വലിയ കേമത്തിലുള്ള ബട്ടർ ചിക്കനൊന്നുമല്ല നമ്മുടെ സാധാരണ രീതിയിൽ അങ്ങ് ഉണ്ടാക്കി വെക്കുന്നതുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൽ കഴിക്കാൻ വേണ്ടി ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയെടുക്കും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ അത് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഗ്രേവി ഉണ്ടല്ലോ, ഗ്രേവി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ബട്ടർ ചിക്കൻ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു വീക്കെൻഡിൽ. അപ്പോൾ ഇതാണ് ഇന്ന് ചെയ്യുന്ന പരിപാടി. ഇവിടെ ഇത് ഉണ്ടാക്കുന്നതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കോളിഫ്ലവറും ബ്രൊക്കോളിയും കൂടെയുള്ള സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിർ ഫ്രൈ ആണല്ലോ. അപ്പോൾ അത് സാധനങ്ങൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രൊക്കോളിയും കോളിഫ്ലവറും ഒക്കെ ചെറുതായിട്ട് മുറിച്ചുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുത്തു, ഇത്രേ ഉള്ളൂ. അതാണ് അത്. ഒത്തിരി മസാലകളോ അങ്ങനെയൊന്നും ഇട്ട് വലിയ പൊലിപ്പിച്ചിട്ടൊന്നുമില്ല. നമ്മളതിനകത്ത് ജസ്റ്റ് പച്ചമുളക് ഇട്ടു, അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് എന്നാൽ ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കിയെടുത്തു. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറി. നമ്മൾ കറികൾ ഉണ്ടാക്കി തീരുന്നതനുസരിച്ച് നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയോ ബോക്സിലേക്കിട്ട് അടച്ചങ്ങ് വയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യ സമയത്ത് എടുത്ത് ഉപയോഗിച്ചാൽ മതിയല്ലോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. മീൽ പ്രപ്പ് പോലെ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഇപ്പം നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഏറ്റവും എളുപ്പം എന്നും ചെയ്തെടുക്കുന്നതാണ്. ഇന്നിപ്പം ഞങ്ങൾ ലീവിനും പോരുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പറ്റുന്ന കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഉണ്ടാക്കി വെച്ചതേ. തിങ്കളാഴ്ച നമുക്ക് പോരുകയും വേണം, അതുകൊണ്ട് ഒരുപാടൊന്നും ഉണ്ടാക്കുന്നുമില്ല. ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞെങ്കിലും ഉച്ചയ്ക്ക് ഇവർ പുറത്ത് പോയിട്ട് വന്നപ്പം കപ്പയും ഇറച്ചിയും കൂടെ മേടിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ കപ്പ ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് എന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കപ്പ ഇറച്ചി എടുത്ത് കഴിക്കാമെന്ന് വെച്ചേ. അപ്പോൾ ഞാനും ജൂലിയനും മാത്രമേ അന്നേരം കഴിച്ചുള്ളൂ. ബാക്കിയുള്ളവർ പിന്നീട് കഴിച്ചോളാമെന്ന് പറഞ്ഞു. അവർ മേടിക്കാൻ പോയപ്പം ഇവിടെ പോരാട്ടം എന്ന് പറയുന്ന ഒരു വടംവലി മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പോയതായിരുന്നു. അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ അവർ വാങ്ങിച്ചിട്ട് വന്നപ്പം കഴിക്കുമോ അങ്ങനെയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഞാനും ഭാവയും വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രം കഴിച്ചു ആ സമയത്ത്.
കഴിച്ച് കഴിഞ്ഞാലുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തന്നെ പാത്രം കഴുകല്ലേ. കഴിച്ച് കഴിഞ്ഞു പാത്രം എല്ലാം കഴുകി വെക്കാമെന്ന് ഓർത്തു. ആദ്യം എടുത്ത് കുറച്ച് 2-3 കറികൾ നമ്മൾ ഉണ്ടാക്കിയല്ലോ, അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കഴുകി വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഇനി അടുത്ത പരിപാടി ചെയ്യാമല്ലോ. അപ്പം നമ്മൾ പാത്രം എല്ലാം കഴുകി റെഡിയാക്കണം കേട്ടോ. ഈ പാത്രമെല്ലാം കഴിഞ്ഞ് വന്നപ്പം പോയി കുളിച്ച് പിന്നെ ഇങ്ങ് പോന്നേ. കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന കുറച്ചല്ലേ നമ്മൾ ഗ്രേവി ഉണ്ടാക്കിയുള്ളൂ ഈ സവാള. അപ്പോൾ ബാക്കിയുള്ള സവാള അല്ലെങ്കിൽ അണിയനെടുത്ത് കൂട്ടിലിട്ട് അത് നമ്മൾ ഒരു ബോക്സിലും ഒരു കൂട്ടിലും ഒക്കെ ആയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യ സമയത്തെടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ ഇരുന്നോളും കേട്ടോ. അരിഞ്ഞ് വയ്ക്കാറില്ല, ഇതുപോലെ നമ്മൾ പൊളിച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. അപ്പോൾ ഈ കാണുന്ന ഫ്രൂട്ട് എന്താണെന്ന് മനസ്സിലായോ? ഇനി അടുത്തതായിട്ട് ഈ കാണിക്കുന്നത് ഇത് പീച്ചസ് ആണ് കേട്ടോ. അപ്പോൾ ഈ പീച്ചസ് എടുത്ത് ഞാനടുത്ത് എൻ്റെ ഫ്രണ്ട് തന്നതാണ് ഈ പീച്ചസ്. അവളുടെ വീട്ടിൽ മരമുണ്ട്. അപ്പോൾ അതെടുത്ത് സ്റ്റ്യൂ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഇതന്നെ ക്രമ്പിളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ എൻ്റെ വേറൊരു കൊളീഗ് പറഞ്ഞു ഇതുപോലെ ക്രമ്പിൾ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ സ്റ്റ്യൂ ചെയ്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം തൊലിയെല്ലാം ചെത്തിക്കളയും. ചിലർ തൊലിയോടുകൂടി കഴിക്കുമെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ തൊലി കഴിക്കാറില്ല. എൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞിട്ട്, പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മരുന്നൊന്നും അടിക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം പുഴുവൊക്കെ കാണാൻ സാധ്യതയുണ്ട്, നമ്മുടെ മാങ്ങയൊക്കെ പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നോക്കുകയും ചെയ്യണമല്ലോ. അതുകൊണ്ട് എല്ലാം എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ചെത്തി നമ്മളതിനെ ചെറുതായിട്ട് മുറിച്ച് ആണ് നമ്മളതിനെ സ്റ്റൂ ചെയ്യാനെടുക്കുന്നത്. നമ്മൾ മുഴുവൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പീച്ചസ് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതാണ് കേട്ടോ. ഇത് പീച്ചും നെക്ടറിനും ഒക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കുന്നത്. 2 സ്റ്റോൺ ഫ്രൂട്ട്, അതിന് നടുക്കൊരു സ്റ്റോണുണ്ട്. ആ സ്റ്റോൺ നട്ടാൽ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെയുള്ളതാണ് കേട്ടോ. അതാണ് പീച്ച്.
അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ സ്റ്റ്യൂ ചെയ്യുന്നത്. സ്റ്റ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരു സ്റ്റീൽ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സോസ് പാൻ എടുത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചസ് ഇട്ടു, കുറച്ച് ലെമൺ ജ്യൂസ്, അത് ഒരു ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുത്തു. അതുപോലെ കുറച്ച് ഷുഗർ, ഇതിനൊരു കുറച്ച് മധുരമുള്ള സാധനമാണ് കേട്ടോ, എന്നാലും ഞാൻ ഒരു 2 ടീസ്പൂൺ മധുരം ഇട്ട് കാണും. പിന്നെ ഇട്ട് കൊടുത്തത് സിനമൺ പൗഡറാണ് ഇട്ട് കൊടുത്തത്. സിനമൺ പൗഡറും കൂടി ഇട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കുന്നു. അതുപോലെ തിളയ്ക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, ഒന്ന് സ്റ്റ്യൂ ആയി കിട്ടിയാൽ മതി. ഒന്ന് മൃദുവായി കിട്ടും. അത് കഴിഞ്ഞ് അതിൻ്റെ ചൂട് പോയി കഴിയുമ്പം ഞാനത് ഒന്ന് സ്റ്റീമായി കിട്ടാൻ വേണ്ടി സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഇതിനല്ലെങ്കിൽ അധികം വെള്ളമുള്ള ഒരു ഫ്രൂട്ടല്ലല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഇറങ്ങും. പക്ഷേ നമ്മൾ അല്ലെങ്കിൽ ഇതിൻ്റെ ചിലപ്പം മൂട്ടിൽ പിടിക്കും, ചട്ടിയുടെ മൂട്ടിൽ പിടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇതിട്ട് കൊടുത്തതേ. ഇത്ര ആക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതൊന്ന് സ്റ്റ്യൂ ആയി കഴിയുമ്പം നമ്മളതിനെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കും. ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് നമ്മൾ അത് തണുത്ത് കഴിയുമ്പം ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഫ്രീസറിലേക്ക് വെക്കുകയോ ചെയ്താൽ ഞാൻ. ഇനി നമുക്ക് ക്രംബിൾ ഉണ്ടാക്കുന്ന സമയത്ത് എടുത്ത് ക്രംബിൾ ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിലുണ്ടല്ലോ അവിടെ ഇരുന്ന് പെട്ടെന്ന് കേടായി പോകും ഈ ഫ്രൂട്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇച്ചിരി ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ ഓർത്തു. അപ്പോൾ അതിനുവേണ്ടി ക്യാബേജ് അരിയുവാണേ. ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ക്യാബേജ് തോരൻ ഉണ്ടാക്കി വയ്ക്കാം. അത് കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു തോരനാണ് ക്യാബേജ് തോരനെ. അപ്പോൾ അതുകൊണ്ട് ക്യാബേജ് അരിഞ്ഞ് തോരൻ ഉണ്ടാക്കുവാണ് ഇവിടെ. ക്യാബേജ് അരിഞ്ഞ് തോരൻ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു കാര്യമാണ് ഈ ക്യാബേജ് തോരൻ അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ക്യാബേജ് തോരൻ ഉണ്ടാക്കുവാണേ. അല്ല മറ്റേ കഴിഞ്ഞ ദിവസത്തെ കൊടുത്ത് റൈസ് ഉണ്ടാക്കി വെക്കണോടി. 1 വീക്കിലേക്ക് വേണം ആ റൈസ് കൊള്ളാം അല്ലേ. ആ റൈസ്
തോരൻ റെഡിയായി. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് തന്നെ നമുക്ക് കുറച്ച് പയർ കിട്ടിയായിരുന്നു കേട്ടോ. ആ പയറിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് എടുക്കാൻ റെഡിയാക്കി കറി വെച്ച് വെക്കാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ കറി വെച്ചില്ല. ഏതായാലും ഇതിൻ്റെ പൊളിക്കാവുന്ന പയറൊക്കെ പൊളിച്ചു. ബാക്കിയുള്ള പയർ ഞാൻ ഒടിച്ച് എല്ലാം റെഡിയാക്കി ഒരു ബോക്സിലിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്തത്. നമുക്ക് നാളെ എടുത്ത് കറി വയ്ക്കുമോ അങ്ങനെ ചെയ്യാം എന്നോർത്ത് അത്രയും കാര്യങ്ങൾ ചെയ്തു. നമ്മൾ അച്ചിങ്ങാക്കറിയാണ് വെക്കുന്നത്. അച്ചിങ്ങ നമുക്ക് തോരൻ വയ്ക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ തോരൻ വെച്ചായിരുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടി തോരൻ വയ്ക്കാം. ഇച്ചിരി കൂടുതൽ അച്ചിങ്ങ കിട്ടിയിട്ടുണ്ട്. അച്ചിങ്ങ അങ്ങനെ പെട്ടെന്ന് ഒത്തിരി ഉണ്ടാകുന്ന കാര്യമല്ല ന്യൂസിലൻഡിൽ. അപ്പോൾ നമുക്കതിന് ഭയങ്കര താല്പര്യം ഇത് കാണുമ്പോഴേ. ഇത് ഞാൻ വെള്ളം ഒഴിക്കുന്നതിൻ്റെ കുറവുകൊണ്ടായിരിക്കും അല്ലേ ഇത് ചെറുതായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വെറൈറ്റി ഇതാണ്, അതുകൊണ്ടാണെന്ന് അറിയത്തില്ല. അത് നമുക്ക് പുളിപ്പയറായിട്ട് വെച്ചാലോ. നമുക്ക് അച്ഛനെ ഒന്ന് പുളിപ്പയറായിട്ട് വയ്ക്കാം. ഇനി അടുത്തതായിട്ട് എന്നെ നാളത്തേക്കുള്ള ദോശയ്ക്കുള്ള അരച്ച് വയ്ക്കാമെന്ന് ഓർത്തേ. ഇപ്പം ദോശയ്ക്കുള്ള അരിയും ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അരിയും ഉഴുന്നും അതിനോട് ഞാനിടുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് അതായത് 1 ഗ്ലാസ് അരി ഇടുവാണെങ്കിൽ 1 ഗ്ലാസ് ചോറിടും. അതുപോലെ തന്നെ 1 ഗ്ലാസ് ഉഴുന്നും ഇടും. അങ്ങനെയാണ് ചേട്ടാ ഞാൻ അരയ്ക്കുന്നത്. അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അരിയും ഉഴുന്നും. എന്നിട്ട് ഇതെടുത്ത് അരയ്ക്കുവാണേ. അരച്ച് റെഡിയാക്കി വയ്ക്കും. അപ്പോൾ നാളെ രാവിലത്തേക്ക് ദോശയോ ഇഡ്ഡലിയോ എന്താണെങ്കിലും ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ആ പരിപാടി I thought you were going to say it was not nice. I thought you were going to say it is not nice. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഞാനോർത്തു ഇനി ഫ്രിഡ്ജും കൂടെ ക്ലീനാക്കി അങ്ങ് വെച്ചേക്കാം. കുറേ കാര്യങ്ങൾ ഫ്രിഡ്ജ് വെക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഫ്രിഡ്ജും കൂടെ ക്ലീനാക്കി വെച്ചു കേട്ടോ. ഫ്രിഡ്ജിൻ്റെ മൊത്തം തുടച്ചു. അതുപോലെ ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ ട്രേ ഒക്കെ എടുത്തൊന്ന് കഴുകി തുടച്ച് നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറികളും ഇതുപോലെ ഉള്ളിയൊക്കെ നമ്മൾ പൊളിച്ച് വെച്ചില്ലേ, അതൊക്കെ എടുത്ത് വയ്ക്കാൻ പോകും. അടുത്തതായിട്ട് ഇവിടെ കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഫിജിയോവ പറിച്ചു കൊണ്ടുവന്ന് ഞാൻ കാണിക്കുന്ന കണ്ടില്ലേ, ആ ഫിജിയോവയുടെ തൊണ്ട് ഞാൻ അവിടെ അരിഞ്ഞ് വെച്ചായിരുന്നേ. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എനിവേ ഫിജിയോവയുടെ തൊണ്ട് കൊണ്ട് ഇവിടെ ഞാൻ അച്ചാറുണ്ടാക്കും കേട്ടോ. അപ്പോൾ ഫിജിയോവയുടെ തൊണ്ട് ഒരു ഇച്ചിരി കമർപ്പുണ്ട്, പക്ഷേ അത് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ അച്ചാർ പൊടി ഇട്ടിട്ട് കുറച്ചല്ലേ ഉള്ളൂ, കുറച്ചെടുത്ത് അച്ചാർ പൊടി ഇട്ടിട്ട് അച്ചാർ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അച്ചാറൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് വാട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് അച്ചാർ പൊടിയും കൂടി ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബോട്ടിലിൻ്റെ അകത്തിട്ട് റെഡിയാക്കി വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഇട്ട് കൊടുക്കുന്ന പിക്കിൾ പൗഡർ കേട്ടോ, അതായത് അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ ഞാൻ അച്ചാർ പൊടി ഇതുപോലെ നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ അച്ചാർ പൊടിയായിട്ട് തന്നെ വാങ്ങിച്ച കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റ ഒരു പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ അച്ചാർ ഉണ്ടാക്കി എല്ലാം റെഡിയായി കഴിയുമ്പം നമ്മൾ
അച്ചാർ ഒരു ഉണങ്ങി തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ബോട്ടിലിടിച്ചായിരിക്കും. നമ്മൾ സാറ്റർഡേ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓടിച്ചെന്ന് പറയാം. എന്നൊക്കെ നമ്മളിന്ന് ചെയ്തതെന്നൊക്കെ ഉള്ളത്, നമ്മൾ തിരക്കായിരുന്നല്ലോ. ഇന്നത്തെ സാറ്റർഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു. രാവിലെ എണീറ്റ് നടക്കാൻ പോയി, അത് കഴിഞ്ഞ് വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഇനി നമ്മൾ നാളത്തേക്കുള്ളതും ഉച്ചക്കത്തേക്കുള്ളതൊക്കെ കാര്യങ്ങൾ ഉച്ചയ്ക്ക് നമ്മൾ മേടിച്ചാണല്ലോ കഴിച്ചത്. അപ്പോൾ എല്ലാ ദിവസവും ഇത്രയും തിരക്കില്ല കേട്ടോ. ഇന്നൊരു ബിസി സാറ്റർഡേ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഉള്ളി പൊടിച്ച് വെച്ചു, ചിക്കൻ ഉണ്ടാക്കി വെച്ചു, അതുപോലെ ഗ്രേവി ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പം ഗ്രേവി ഒരു 2 ആഴ്ചത്തേക്കുള്ള ഗ്രേവി ഉണ്ട്. നമുക്ക് ഏത് ചിക്കനോ ബീഫോ മീറ്റോ എന്ന് കറി വയ്ക്കണമെങ്കിലും നമുക്ക് ആ ഗ്രേവി ഉപയോഗിക്കാം. പച്ചക്കറികൾക്കാണെങ്കിലും ആ ഗ്രേവി ഉപയോഗിക്കും. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കി, ഇതൊക്കെ കോളിഫ്ലവറും ബ്രോക്കോളിയും ഉള്ള മെഴുക്കുവരട്ടി ഉണ്ടാക്കി. നമ്മൾ തോരൻ വെച്ച്, ക്യാബേജ് തോരൻ വെച്ചു, ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നാളത്തേക്കുള്ള ദോശമാവ് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം നമ്മൾ അച്ചാർ ഉണ്ടാക്കിയായിരുന്നല്ലോ. നമ്മുടെ ഫിജിയോയുടെ തൊലി വെച്ചിട്ട് നമ്മൾ അച്ചാറും ഉണ്ടാക്കിയേ. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ഇനി നമ്മൾ അതുപോലെ നമ്മൾ പയറ് മെഴുക്കുവരട്ടിക്ക് വേണ്ടിയുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കത് നാളെ കറി വയ്ക്കും. ഇനി അടുത്ത ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ പീച്ച് നമ്മൾ സ്റ്റീw ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എപ്പോഴെങ്കിലും ക്രംബിൾ ഉണ്ടാക്കണമെങ്കിൽ അന്നേരം എടുത്ത് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ഫ്രീസറിലേക്ക് വെക്കും. അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ നാളത്തേക്കുള്ള മാവ് ഉണ്ടാക്കി വെച്ച പീച്ചിൻ്റെ കുരുവും നമുക്ക് ഉണക്കിയെടുത്ത് നമുക്കൊന്ന് മുളപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതുപോലെ നമുക്ക് ചെയ്യുന്ന അടുത്ത കാര്യം ഈ വെള്ളം ഒഴിക്കണം. നമ്മൾ പുറത്ത് പോകുന്നതിന് മുമ്പിൽ നമ്മൾ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ. ഇന്നൊരു ബിസി ദിവസം. അപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. മിക്ക ശനിയാഴ്ചകളിലും ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അതുപോലെ വടംവലി കാണാൻ പോകാറില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ആ സമയത്ത് കുറച്ച് ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മിക്കവാറും ദിവസങ്ങളിൽ നടക്കുന്നത് കേട്ടോ. അതിന് ഷോപ്പിങ്ങിന് ചിലപ്പം പോകും. അപ്പം ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വടംവലി കാണാൻ പോകാമെന്ന് ഓർത്തു. ഓടി വന്ന് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കും. അല്ലെങ്കിൽ രാത്രിക്ക് വരുമ്പോഴത്തേക്കും ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാനുള്ള സമയം കഴിയും, 10 മണി കഴിയുമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഓടാമെന്ന് ഓർത്തു. ഇത് തന്നെ ഇവിടെ ഉണ്ടായി വന്നതാണേ. നമ്മൾ കഴിഞ്ഞ വർഷം നട്ടിട്ട് അതിൻ്റെ ഇത് കുരു കിടന്നുണ്ടായതായിരിക്കണം. കഴിഞ്ഞ വർഷത്തെ നിന്ന് ഉണ്ടായതാണ്. ഇത് കമ്പോസ്റ്റിന് കിടന്നുണ്ടായി വന്നതാണ്. അപ്പോൾ വലിയൊരു ബോട്ടിൽ കൂടെ നിന്നിട്ടുണ്ട്. ഏതായാലും ഇത് മുറിച്ചെടുത്ത് നമുക്ക് നോക്കാം എന്നാ ചെയ്യേണ്ടതെന്ന്. അവിടെ വേറെ ഒരെണ്ണം ഉണ്ടായി വന്നിട്ടുണ്ട്. ഒത്തിരി പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പൂവുണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കായും ഉണ്ടായിട്ടുണ്ട്. ഇതേ കുറേ കായും പൂവൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞു. ഇത് വലിയ പ്രയോജനമുള്ള കാര്യമൊന്നും അല്ലെന്ന് ഓർത്തുണ്ട്. എന്നാന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നമ്മുടെ കോർച്ചിട്ട് പറിച്ചെടുക്കാം. കോർച്ചിട്ട് നല്ലതുണ്ട്. ചെറിയ കോർച്ചിട്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം നല്ല വലുതാണ് കിട്ടി.
ഇന്ന് വൈകുന്നേരം ഒരു 7:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയായിട്ട് വടംവലി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇതൊരു ഇൻ്റർനാഷണൽ വടംവലിയായിരുന്നു, പോരാട്ടം എന്നുള്ള പേരിൽ. എത്ര 21 ടീംസ് എന്താണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ന്യൂസിലൻഡിൽ നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ടീംസ് ഉണ്ടായിരുന്നു. അതുപോലെ ഓസ്ട്രേലിയയിൽ നിന്ന് 2-3 ടീമുണ്ടായിരുന്നു. കാനഡയിൽ നിന്നുള്ള ടീമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ടീംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെത്തിയപ്പോൾ സെമി ഫൈനലായി. ഭയങ്കര വാശിയായിട്ട് എല്ലാവരും ചെയ്യുമായിരുന്നു കേട്ടോ. നമ്മൾ ഗ്രൂപ്പായിട്ടാണ് തന്നെ ഇരിക്കുന്നത്, കണ്ടില്ലേ. നമ്മൾ നടക്കാൻ പോയ ആളുകൾ കണ്ടില്ലേ, ഇത് ജ്യോതിയുണ്ട്, അജിനിയുണ്ട്, ജീസി ഉണ്ട്, ശംഭു ഉണ്ട്, നേഹയുണ്ട്, നോറ വന്നില്ല, ജെന്നിയുണ്ട്, മനീഷുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെയാണ് കേട്ടോ ഒരുമിച്ച് നിൽക്കുകയൊക്കെ ചെയ്തപ്പോൾ നമുക്കതൊരു ടീം സ്പിരിറ്റിലങ്ങ് പോയി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. അപ്പോൾ ഇത് വനിതകളുടേതും ഉണ്ടായിരുന്നു വലിക്കാൻ എന്നുള്ളതാണ്. വനിതകളുടെയും നമ്മൾ സെമി ഫൈനൽ സമയത്ത് എത്തിയത് കൊണ്ട് നമുക്ക് ഫൈനലും ഒക്കെ ഉണ്ട്. ഭയങ്കര വാശിയായിട്ട് നല്ലതായിരുന്നു. പിന്നെ പറഞ്ഞ കണക്ക് വടംവലിയെ പറ്റി പറയുവാണെങ്കിൽ തോക്കുന്ന ടീം മുന്നോട്ട് പോകുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞെങ്കിൽ വടംവലിയല്ലേ. അപ്പം ആ വടംവലി ഞങ്ങൾ കണ്ടു. വടംവലി ഇത്ര ആവേശമായിട്ടുള്ളൊരു ഗെയിമാണെന്ന് ഇവിടെ വരുമ്പോഴാണ് കേട്ടോ അറിയുന്നത്. നമ്മൾ നാട്ടിൽ പോലും ഇത്രയും വലിയ ആവേശമായിട്ട് വലിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇവിടെ നല്ല ആവേശമാണ് എല്ലാവർക്കും വടംവലിക്ക്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരാൾ നിൽപ്പുണ്ടല്ലോ, അവരുടെ ആംഗ്യവും കാര്യങ്ങളൊക്കെ കാണുന്നത് നമുക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അത് നല്ല രസമാണ് കാണാൻ, ഈ വലിക്കുന്നതും എല്ലാവരും കൂടെ കിടന്ന് കുറച്ച് പേര് ഒരു ടീമിൻ്റെ കൂടെ കൂടും, മറ്റവരുടെ കൂടെ കൂടും, അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. തോർത്തും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോർത്ത് കൊണ്ട് ഇങ്ങനെ കൊട്ടി ആൾക്കാരെ എൻകറേജ് ചെയ്യുന്നത്. പിന്നെ ആണെങ്കിൽ കമൻട്രി പറഞ്ഞ 2 പേരുണ്ടായിരുന്നു. അവരുടെ കമൻട്രിയും ഒക്കെ നല്ല രസമായിരുന്നു, രസമുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഞാനിത് കുറച്ച് ക്ലിപ്പുകൾ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. ഉച്ചയ്ക്ക് കാണുന്നവർക്ക് ഇഷ്ടമുണ്ടായിരിക്കും എന്നിടത്തുകൊണ്ടാണ് കേട്ടോ ഞാനിടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കലാപരിപാടികളും ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോ ഒക്കെ ഇടാം. നല്ല രസമായിട്ട് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു, അതും കൂടി ഇടാം കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഇപ്പോൾ മിക്കവാറും ശനിയാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ വടംവലി മത്സരം കാണാറില്ലല്ലോ, അപ്പം അതിന് പോകാറില്ല. ആ സമയത്ത് നമ്മൾ കുറച്ച് ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതാണ് നമ്മുടെ ഒരു ശനിയാഴ്ച ദിവസം എന്ന് പറഞ്ഞെങ്കിൽ. ഇപ്പോൾ ടിപ്പിക്കൽ ദിവസമല്ല, ടിപ്പിക്കൽ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയുടെ ദിവസങ്ങളാണല്ലോ. അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിലെ പരിപാടി ഇത്രയൊക്കെയാണ്. അപ്പോൾ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ. 11 മണിയായി, ഉറങ്ങട്ടെ കേട്ടോ. ഗുഡ് നൈറ്റ്, ബൈ ബൈ.